സ്നേഹിതരെ, സുഹൃത്തുക്കളെ, വളരെ വിശദമായി ഇന്ന് കാലത്ത് മുതൽ അതിഭയാനകവും ദാരുണവുമായിട്ടുള്ള വിഷയത്തെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ദിവസം ഇന്ന് നടന്നു പോകുന്നത്. ഞാനിന്ന് ആ സഹോദരിയുടെ രാധയുടെ ഭൗതിക ശരീരമൊന്ന് കാണാൻ ഇൻക്വസ്റ്റ് നടക്കുന്നതിനിടയിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റൂമിലേക്കൊന്ന് കയറി നോക്കിയപ്പോൾ ഏറെ വിഷമകരവും ഏറെ ദുഃഖകരവുമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിരവധി ആളുകളെ, തോമസ് ഉൾപ്പെടെ, വാഗേരിയിലെ പ്രജീഷ് ഉൾപ്പെടെ, ഇപ്പോൾ രാധ ഉൾപ്പെടെ നിരവധി ആളുകളെ കടുവ കടിച്ച് തിന്നുന്ന ഏറെ ദുഃഖകരമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഓരോ മരണം നടക്കുമ്പോൾ ഓരോ ഉറപ്പുകൾ കൊടുക്കും. നേരത്തെ കൊടുത്തതായിരിക്കുന്ന ഉറപ്പുകൾ രേഖാമൂലമായിരുന്നു. ഇന്ന് കൊടുത്ത ഉറപ്പ് വാക്കാൽ ഉറപ്പാണ്. ഒരു വാക്കും നമ്മുടെ ഇടയിൽ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള യാഥാർത്ഥ്യം. അദ്ദേഹം പറയുന്നത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. മരണം പലതരത്തിലുണ്ടാകും. ഇത് ക്രൂരമായ രീതിയിലാണ് ഭക്ഷിച്ച നിലയിൽ ശരീരം പോലും കണ്ടു നിൽക്കാൻ ബന്ധുക്കൾക്ക് അവരെ പ്രിയപ്പെട്ടവരെ കിട്ടുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായി പോകും. അതുകൊണ്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ്, സ്വാഭാവികമാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ രേഖാമൂലമുള്ള ഉറപ്പാണ്, ഇത് വാക്കാലുള്ള ഉറപ്പെന്നാണ്. ഇപ്പോൾ മന്ത്രി തന്നെയാണ് പറഞ്ഞത് ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ ഉത്തരവ് ഇറങ്ങാനുള്ള നിയമപ്രശ്നങ്ങളെക്കുറിച്ചാണ് ഫെലിക്സ് നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആദ്യ പരിഗണന ഇതിനെ എങ്ങനെയെങ്കിലും കൂട്ടിലാക്കുക, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടിക്കുക, സമാധാനിപ്പിച്ച് നിർത്തുക. അതല്ലാതെ ഒരു സാധ്യത ഒരു പക്ഷേ അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇടപെടൽ. എന്തായാലും ഇപ്പോൾ ദ്രുതഗതിയിൽ നടപടികൾ നടക്കുന്നുണ്ട് ആ കടുവയെ പിടികൂടാനായിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക്